പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമുക്ക് പ്രാർത്ഥനയോടെ സമാരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. പ്രിയപ്പെട്ട വൈദിക സഹോദരരെ, സഹോദരന്മാരെ, പെന്തക്കോസ്തയ്ക്ക് ശേഷമുള്ള രണ്ടാം ഞായറാണിത്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 33-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. ജർമ്മനിയിലെ നാസി ഭരണകാലത്ത് നാസികളാൽ തൂക്കി കൊല്ലപ്പെട്ട ഒരു ലൂഥറൻ പാസ്റ്ററായിരുന്നു ഡീട്രിഷ് ബൊനോഫർ. അദ്ദേഹം എഴുതിയ ലോകപ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ വില. ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ ഓരോ മനുഷ്യനും ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ അതിനൊരു വില കൊടുക്കണം. പക്ഷെ കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷൻ നടത്തണം എന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ലൂക്കായുടെ സുവിശേഷം 14:25 മുതൽ 33 വരെ വാക്യങ്ങളിൽ ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിക്കുന്നവൻ അതിനടിസ്ഥാനമിടുന്നതിന് മുമ്പ് ആ ഗോപുരം പണിയാൻ തനിക്ക് ആസ്തിയുണ്ടോ എന്ന് സ്വയമേ അവൻ ആലോചിച്ച് കണ്ടുപിടിക്കണം. യുദ്ധത്തിനിറങ്ങുന്ന രാജാവ് 20,000 പേർ എതിരെ വരുമ്പോൾ 10,000 പേരെ കൊണ്ട് അവരെ നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ചിന്തിക്കണം. ഇതെല്ലാം ഒരു സ്ട്രാറ്റജിയുടെ വിഷയമാണ്. അതിനാൽ കർത്താവ് പറയുന്നു, ആരും എന്നെ അങ്ങനെ എളുപ്പം അനുഗമിക്കുകയൊന്നും വേണ്ട. അനുഗമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. എന്താണ് എന്നെ അനുഗമിക്കുന്നതുകൊണ്ടുള്ള നഷ്ടം, പക്ഷേ എന്നെ അനുഗമിക്കുന്നതിലുള്ള ലാഭവും നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് മതി എൻ്റെ പിന്നാലെ വരുവാൻ. കർത്താവ് ഇവിടെ പറയുന്നത്, മനുഷ്യന് ഏറ്റവും വിലപ്പെട്ട ബന്ധങ്ങൾ മാതാപിതാക്കന്മാർ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, വസ്തുവകൾ, ഇവയൊന്നും എന്നേക്കാൾ നിങ്ങളുടെ മനസ്സിൽ മുമ്പന്തിയിൽ നിൽക്കരുത്. വേണ്ടി വന്നാൽ നിങ്ങളുടെ ജീവൻ തന്നെ എനിക്ക് വേണ്ടി ത്യജിക്കുവാൻ
നിങ്ങൾ തയ്യാറാകണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാതാപിതാക്കന്മാരെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെ സ്വന്തം ജീവൻ തന്നെ വെറുക്കാതെ ഒരു ശിഷ്യനും എൻ്റെ പുറകെ വരാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്. ഇവിടെ ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്ന് പറഞ്ഞ കർത്താവ് മാതാപിതാക്കന്മാരെ വെറുക്കണം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുക? അത് ഒരു സെമിറ്റിക് എക്സ്പ്രഷനാണ്, ഭാഷാപരമായ ഒരു വൈകല്യമാണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ മുമ്പിൽ ഒരു നിര ചോക്ലേറ്റുകൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കാൻ ഒരു സ്വല്പം വിഷമം വരും. പക്ഷേ എങ്കിലും നമ്മൾ ഒന്ന് തിരഞ്ഞെടുക്കും. അതിന് നമ്മൾ പറയും ഐ പ്രിഫർ ചോക്ലേറ്റ് ടു വനില. അത് നമ്മുടെ ഒരു ടേസ്റ്റാണ്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ സെമിറ്റിക് ഭാഷകളില്ല. അവരിത് പറയുകയാണെങ്കിൽ ഞാൻ ചോക്ലേറ്റിനെ വെറുക്കുന്നു, വനിലയെ സ്നേഹിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ വെറുക്കുക എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പറയുന്ന യേശു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് എ പ്രിഫറൻഷ്യൽ ലവ്. കർത്താവായ യേശുമിശിഹായ്ക്കുപരി ആരെയും സ്നേഹിക്കുവാൻ പാടില്ല എന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. അങ്ങനെയുള്ളവരെ സ്വന്തം കുരിശെടുത്ത് അവരെ അനുഗമിക്കുക. നമ്മൾ കുരിശെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ ദുഃഖവെള്ളിയാഴ്ച പുറത്തിറങ്ങി വഴിയിലൂടി 2 പട്ടികകൾ കൂട്ടിയിണക്കി ഒരു കുരിശം വഹിച്ചുകൊണ്ട് കുറേ നേരം നടക്കും. തിരിച്ച് പള്ളി വരുമ്പോൾ പള്ളിയുടെ ഭിത്തിയിൽ അത് ചാരി വെച്ചിട്ട് ഇങ്ങ് കയറും. അങ്ങനെ ഒരു പട്ടിക കഷ്ണവും പിടിച്ച് നടന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഒരു പ്രകടനമാണ്, നമ്മുടെ ഒരു ഭക്തിയുടെ പ്രകടനം. എന്നാൽ ഇവിടെ കുരിശെടുത്ത് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കുരിശിൽ മരിക്കുക എന്ന് തന്നെയാണ്. BC 106 മുതൽ BC 43 വരെ ജീവിച്ച ഇറ്റലിയിലെ ഏറ്റവും വലിയ ഒരു സാഹിത്യകാരനായിരുന്നു സിസറോ. സിസറോ കുരിശിനെ കുറിച്ച് പറയുന്നത് ക്രൂസിഫിക്ഷൻ ഈസ് ദ മോസ്റ്റ് ക്രൂവൽ ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് പണിഷ്മെൻറ്റ്. അങ്ങനെ ഒരു കുരിശിനെ കുറിച്ച് ഒരു റോമൻ പൗരൻ്റെ ശരീരത്തിലോ മനസ്സിലോ കണ്ണുകളിലോ കാതുകളിലോ പോലും കുരിശ് വരരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. കാരണം അത് അതുപോലെ ഭയാനകം, അതുപോലെ ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷണ രീതിയായിരുന്നു. പേർഷ്യക്കാർ അത് കണ്ടുപിടിച്ചു. റോമക്കാർ ഒരിക്കലും ഒരു റോമൻ പൗരന് കുരിശുമരണം വിധിച്ചിരുന്നില്ല. എപ്പോഴും അടിമകൾക്കും അതുപോലെ മറ്റ് ആശ്രിതരായ ജനങ്ങൾക്കും ഒക്കെയാണ് അവർ കുരിശുമരണം വിധിച്ചിരുന്നത്. കർത്താവ് പറയുന്നു, ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ. ആധുനിക മനഃശാസ്ത്രം പറയും ബി യുവർ സെൽഫ്, അസെപ്റ്റ് യുവർ സെൽഫ്. കർത്താവ് പറയുന്നു ഡൈ ടു യുവർ സെൽഫ്. ഇത് നമ്മൾ കൂടെ ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവർ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ആം ഐ വർത്തി ഓഫ് ജീസസ്? കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. നമ്മൾ
അത് തുടർച്ചയായിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. 2, ഇവിടെ ഒരു പാരഡോക്സ്, ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം ഗെയിനിങ് ആൻഡ് ലൂസിങ് ആണ്. ഇതൊരു വൈരുദ്ധ്യാത്മ പ്രസ്താവനയാണ്. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ലോകപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വേദവാക്യമാണ്. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ഇവിടെ ആത്മഹത്യ പ്രോത്സാഹിപ്പിക്കുകയല്ല യേശു ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, എന്നെ പ്രതി. ആ പ്രതികൾ പലതുണ്ട്. എന്നെ പ്രതി, സുവിശേഷത്തെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി, നീതിയെ പ്രതി എന്ന് പല രൂപത്തിൽ യേശു പറയുന്നുണ്ട്. എങ്കിലും അത് ഒരേ കാര്യം തന്നെയാണ്. അതിനാൽ യേശു നമ്മൾ ആത്മഹത്യാപരമായി ചിന്തിക്കണമെന്നല്ല, നിത്യജീവൻ നേടണമെങ്കിൽ ഓരോരുത്തരും യേശുവിനെ പ്രതി അവരുടെ ജീവൻ സമർപ്പിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ടേക്ക് മൈ യോക്ക്, എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്യുക. കാരണം ഞാൻ ശാന്തശീലനും ഹൃദയത്തിൽ വിനീതനുമാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ വിശ്രമം കണ്ടെത്തും. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരാഗ്രഹമാണ് നിത്യമായി പ്രശാന്തത, ശാന്തി അനുഭവിക്കുക എന്നുള്ളത്. അത് കർത്താവിൻ്റെ ഡിസൈപ്പിൾഷിപ്പ്, ടേക്ക് മൈ യോക്ക്, എൻ്റെ നുകം വഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിസൈപ്പിൾ ആവുക എന്നുള്ളതാണ്. അത് ഒരു പ്രത്യേകമായ ഫ്രേസ് ആയതുകൊണ്ട് ആരും അതിനെ നുകം വഹിക്കുക എന്ന് പറഞ്ഞാൽ അടിമത്തം ആണ് എന്ന് ആരും ചിന്തിക്കരുത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കർത്താവിൻ്റെ നുകം വഹിക്കാത്ത ആൾക്കാരാണ് പിശാചുക്കൾ. പിശാചുക്കളെക്കുറിച്ച് മത്തായി 12:43 പറയുന്നത്, ഈ പിശാചുക്കൾ ആശ്വാസം തേടി വിജനപ്രദേശത്തുകൂടി അലഞ്ഞു നടക്കുന്നു എന്നാണ്. ദൈവത്തോട് മത്സരിക്കുന്നവർക്ക് ഒരിക്കലും വിശ്രമം, ശാന്തി ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കർത്താവ് പറഞ്ഞു, ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടിയിട്ട് വേണം ഒരാൾ ശിഷ്യനാകാൻ. വിശുദ്ധ പൗലോസ്ലീഹ ഈ ലാഭനഷ്ടങ്ങൾ എങ്ങനെ കണക്കാക്കി എന്നുള്ളത് വളരെ വ്യക്തമായി ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട്. ഞാൻ വായിക്കുമ്പോൾ ലാഭനഷ്ടം എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം ഈ 2 വാക്യങ്ങളിൽ വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യുവാവായിരുന്ന, നല്ല യൂണിവേഴ്സിറ്റി ലെവലിൽ വിദ്യാഭ്യാസമുണ്ടായിരുന്ന ഒരു വളരെ ധനികനായ പട്ടുകച്ചവടക്കാരൻ്റെ മകനായിരുന്ന താർസൂസിലെ സൗൾ പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ നഷ്ടമായി കരുതുന്നു. അത് ആണ് പൗലോസ്ലീഹയുടെ മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് പോകുന്നതൊന്നുമല്ല മാനസാന്തരം. ഇവിടെ അവനവൻ്റെ മനസ്സിൽ നടക്കുന്ന ഒരു നിശ്ചയമാണ്. ലാഭനഷ്ടങ്ങളുടെ
ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ലോത്തിനോട് ദൈവം പറഞ്ഞു, ഈ രാത്രിയിൽ ദൈവം സൊദോം ഗൊമോറ 2 പട്ടണങ്ങളെ അഗ്നി മഴ പെയ്ച്ച് നശിപ്പിക്കുവാൻ പോവുകയാണ്. ഉടനടി നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ സ്ഥലം വിടണം. അത് നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമാണ്. ലോത്ത് ഓടി നടന്ന് തൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞു, ഉടനെ നമുക്ക് സ്ഥലം വിടണം. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവർ പറഞ്ഞു ഇത് അപ്പച്ചൻ്റെ ഒരു തമാശ. അവർ വിശ്വസിച്ചില്ല. പ്രായമായവർ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കടുംവെട്ടാണെന്ന് അവർ പറയും. ഈ കടുംവെട്ടിന് ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ ജീവിതമൊന്നും മനസ്സിലാകുന്നില്ല. അവരെ പോയില്ല. ഏതായാലും ലോത്തും ഭാര്യയും പോയി. പോകുന്ന വഴിക്ക് ലോത്തിനോട് മാലാഖമാർ പറഞ്ഞിരുന്നു, നീ പോകുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കരുത്, പെട്ടെന്ന് സ്ഥലം വിടണം. പക്ഷെ കുറച്ച് ദൂരം നടന്നപ്പോൾ തൻ്റെ വീടും കൂടും മക്കളും ഒക്കെ സുഖമായി ജീവിച്ചിരുന്ന ആ പട്ടണങ്ങളെ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോകണം എന്ന് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് തോന്നി. അവൾ തിരിഞ്ഞു നോക്കി. അവൾ ഉപ്പ് തൂണായി മാറി. ഇതൊരു ഐതിഹ്യമാണ് എങ്കിൽ പോലും അതിൻ്റെ പുറകിൽ ഒരു മെസ്സേജുണ്ട്. ദൈവം ഒരു കാര്യം നിങ്ങളുടെ ജീവന് വേണ്ടി ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ പാടില്ല, അത് ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം അതിനകത്തുണ്ട്. കർത്താവ് തുടർന്ന് പറയുന്നത് സ്വീകരണത്തെക്കുറിച്ചാണ്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ച പിതാവിനെ സ്വീകരിക്കുന്നു. ഒരു പ്രവാചകന്റെ നാമത്തിൽ പ്രവാചകൻ എന്ന നിലയിൽ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നു. ഒരു നീതിമാനെ നീതിമാനാണ് എന്നതിൻ്റെ പേരിൽ സ്വീകരിക്കുകയാണെങ്കിൽ നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. എൻ്റെ ഈ ചെറിയ ശിഷ്യരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താൽ പോലും അതിൻ്റെ പ്രതിഫലം നഷ്ടമാകുകയില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ കുപ്പിവെള്ളം 15 രൂപ 20 രൂപയും ഒക്കെ മുടക്കി വാങ്ങിക്കും. പച്ചവെള്ളം എന്ന് പറയുന്നത് കിണറ്റിൽ നിന്ന്, അരുവിയിൽ നിന്ന് സുലഭമായി കാശ് കൊടുക്കാതെ കിട്ടുന്നതാണ്. പക്ഷേ കാശ് കൊടുക്കാതെ കിട്ടുന്ന ആ ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള ഈ വെള്ളം പോലും ശിഷ്യൻ എന്ന പേരിൽ ഒരാൾക്ക് കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നഷ്ടമാകുകയില്ല എന്നാണ് യേശു പറയുന്നത്. സ്വീകരിക്കുക എന്നുള്ളതിന് ദേഹോമായി എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ടു ക്യാച്ച്, ടു ഹോൾഡ് എന്നുള്ള അർത്ഥമുണ്ട്. യേശു കാസ എടുത്തു പിടിക്കുന്നത് ഈ വാക്കുകൊണ്ടാണ്. ലിസണിങ് ടു എ മെസ്സേജ്, ഒരാളുടെ സന്ദേശം സ്വീകരിക്കുന്നതിന് ഇതേ വാക്കാണ് ഉപയോഗിക്കുക. മത്തായി 18:5 ഒരു കുഞ്ഞിനെ, ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവന് എന്ന് തുടങ്ങുന്ന വേദഭാഗ്യമുണ്ട്. അവിടെ ശിശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു അനാഥ കുഞ്ഞിനെ എടുത്തു വളർത്തി അതിന് പോഷണം കൊടുത്ത് വളർത്തിയെടുക്കുന്ന ഒരു സൽപ്രവൃത്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പല രീതിയിലുള്ള അർത്ഥങ്ങൾ വെച്ച് നോക്കിയാലും കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യം, പ്രതിഫലം സുനിശ്ചിതമാണ്. ഇത് ഇന്നോ നാളെയോ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം ഈ നാളുകളുടെ അവസാനത്തിലാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് ദൈവം എന്ത് പ്രതിഫലം തന്നാലും അത് ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ആയിരിക്കുകയില്ല. പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ ലോകത്തിൻ്റെ അന്ത്യത്തിൽ മാത്രമേ
സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് തീർച്ച. എബ്രായ ലേഖനം 12:6 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കുവാൻ മാത്രം അല്ലല്ലോ ദൈവം. നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ എല്ലാവരെയും കാണിച്ച് കയ്യടിയും അംഗീകാരവും ഒക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ പലതും അങ്ങനെയല്ല. മറ്റുള്ളവരുടെ അംഗീകാരവും പ്രതിഫലവും ലഭിക്കാത്ത ഈ സൽപ്രവർത്തി ദൈവം കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ എബ്രായ ലേഖനം 12:6 പറയുന്നു, ദൈവം അത്ര നീതിരഹിതനല്ല. നിങ്ങൾ വിശുദ്ധർക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തൻ്റെ പുസ്തകത്തിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കാം. ദൈവം വാഗ്ദാനം ചെയ്യുന്നത്, ഒന്ന്, കർത്താവിനെ പ്രതി സകലവും ഉപേക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്നത് ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്. സെയിൻറ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു വൈദികൻ പല കാര്യങ്ങളും വിട്ടുപേക്ഷിച്ച് ദൈവശുശ്രൂഷയിൽ പ്രവേശിക്കുന്നു. ആ ശുശ്രൂഷയ്ക്കായി അദ്ദേഹം ചെയ്യുന്ന എല്ലാ ഇടവകയും അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ആ ഇടവകയിലായിരിക്കുന്നിടത്തോളം കാലം ആ സർവ കുടുംബങ്ങളും, ഈ ഇടവക കുടുംബത്തിലെ സർവ മനുഷ്യരും അവരുടെ പിതാവായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇത് ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ എവിടെ ചെന്നാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു കത്തോലിക്ക പുരോഹിതൻ ചെന്നാലും, പുരോഹിതൻ മാത്രമല്ല, അവിടെ ഒരു സ്വീകരണം ഉണ്ട്. രണ്ട്, ദൈവത്തിൻ്റെ ഒരു ഫേവർ നമുക്കെപ്പോഴും ഉണ്ട്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത്. അന്ത്യവിധിയുടെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള സ്നേഹപ്രവർത്തികൾ, കാരുണ്യപ്രവർത്തികൾ മാത്രമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വില പോകുന്നത്. അവിടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി വാദിക്കുവാനുണ്ടാകും ദൈവസന്നിധിയിൽ. മൂന്ന്, ദൈവരാജ്യത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് വിളിക്കാം, പ്രോഫറ്റ്സ് ആൻഡ് ദ റൈച്ചസ്. പ്രവാചകന്മാരും നീതിമാന്മാരും ദൈവരാജ്യത്തിലെ ഏറ്റവും ഉന്നതരാണ്. നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഈ പ്രവാചകന്മാരുടെയും നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ കൂടെയാണ്. അതിനാൽ നമ്മുടെ ലെവൽ ഉയർത്തപ്പെടുകയാണ്. ദൈവത്തോടൊപ്പം, അവസാനമായി ദൈവത്തോടൊപ്പം ഉള്ള നിത്യമായ ജീവിതം. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും നേടി എന്ന് ഞാൻ കരുതുന്നില്ല, ഞാനെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് ഞാൻ ഓടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ. നമ്മളെല്ലാവരും ഒരു കിരീടം പ്രാപിക്കുവാനുള്ള ഓട്ടത്തിലാണ്, യുദ്ധത്തിലാണ്. അപ്പോൾ അത് തീർച്ചയാണ് എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നെങ്കിൽ അതിന് ത്യാഗത്തിനായിട്ട് നമുക്ക് സന്നദ്ധതയുണ്ടാകും. ജൂൺ 11 മലങ്കര ഹൈറാർക്കി സ്ഥാപനത്തിൻ്റെ 89ാം വർഷത്തിലേക്ക് നമ്മൾ കയറുകയാണ്. തീർച്ചയായിട്ടും മലങ്കര സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതേ ദിവസം തന്നെ ബാർണബാസ് പിതാവിൻ്റെ നാമഹേതുക തിരുനാളാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ പിതാവ് കഴിഞ്ഞ 1.5 മാസമായിട്ട് ആശുപത്രിയിൽ കിടക്കയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥനായ ബാർണബാസ് ശ്ലീഹായുടെ പ്രത്യേകമായ മാധ്യസ്ഥം അദ്ദേഹത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ.